കോഴിക്കോട് ജില്ലയിൽ പ്രത്യേകിച്ച് സിറ്റിയിൽ ഏറ്റവും കൂടുതൽ വാശിയേറിയ മത്സരം നടക്കുന്നൊരു മണ്ഡലമാണ് നോർത്ത്. അവിടെ LDF സ്ഥാനാർത്ഥി തോട്ടത്തിൽ രവീന്ദ്രൻ സുപരിചിതനാണ്. അദ്ദേഹം ഇപ്പോൾ രാവിലെ ബീച്ചിലൂടെയുള്ളൊരു നടത്തമൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. എന്താ അവസ്ഥ, ഉഷാറല്ലേ? സംശയം എന്താ? ഉഷാറായതുകൊണ്ടല്ലേ ഞങ്ങളിങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാളെ വൈകുന്നേരത്തോടുകൂടി പ്രചാരണം അവസാനിക്കുകയാണ്. അപ്പം അതുവരെ ചെയ്യും. വോട്ടർമാർ ഒരുപാട് കാണാൻ പറ്റും ഈ രാവിലത്തെ നടത്തത്തിൽ. അതാണോ അതിൻ്റെ ഒരു കാണുന്നേ? അത് അങ്ങനെയല്ലേ, നമ്മളൊരു അറേഞ്ച് ചെയ്യുന്നൊരു പരിപാടിയല്ലേ, എല്ലാവരും കാണുമല്ലോ. ഇത് ഇത്തവണ എങ്ങനെയൊരു ത്രികോണ മത്സരത്തിൻ്റെ ഛായ ഉണ്ടോ മണ്ഡലത്തിൽ? ത്രികോണ മത്സരമാണ്, പക്ഷേ നമ്മളെ എഫക്റ്റ് ചെയ്യുന്നില്ല. BJP ക്രമാനുഗതമായിട്ട് വോട്ട് വർദ്ധിപ്പിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണല്ലോ നോർത്ത്. എത്ര വർദ്ധിച്ചാൽ ഒരു വിഷയമല്ല. ഈ പൊതുവിൽ ഇപ്പോൾ ഇത്തവണ വോട്ടർമാരെ കുറച്ച് ദിവസം ഉണ്ടായിട്ടുള്ളൂ, പക്ഷേ വോട്ടർമാരെ കണ്ടപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് എങ്ങനെയാണ് ശരിക്കും? നല്ല പ്രതികരണമാണ്. ഒരു പ്രശ്നം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പൊതുവിൽ കോഴിക്കോട് UDF ഒരു മേൽക്കൈ ഉണ്ടാവുന്നൊക്കെ ഒരു പ്രചരണം കാര്യമായിട്ടുണ്ട്. സർവേ ഫലങ്ങളൊക്കെ അങ്ങനെയാണ് പറയുന്നത്. പൊതുവിൽ എല്ലാ സർവേയും ശരിയാവില്ലല്ലോ. മുൻ MLA പ്രദീപ് കുമാർ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താ ശരിക്കും അങ്ങേക്ക് തോന്നുന്നൊരു ഫീൽ എന്താണ്? അല്ല, ഇവിടെ രവിയേട്ടൻ നല്ല ഭൂരിപക്ഷത്തിന് വിജയിക്കും. കഴിഞ്ഞ തവണ തന്നെ മെച്ചപ്പെട്ട വിജയമാണ്, നല്ല വിജയമാണ്. അതിനേക്കാൾ മികച്ച ഭൂരിപക്ഷത്തിന് വിജയിക്കും. നിങ്ങളീ പറയുന്ന വാശിയേറിയ മത്സരം നടക്കുന്നത് 2ാം സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരമാണ്. UDFും BJPയും തമ്മിൽ 2ാം സ്ഥാനത്തിന് വേണ്ടി മത്സരം നടക്കുകയാണ്. 1ാം സ്ഥാനം ചോദ്യം ചെയ്യപ്പെടുന്ന പ്രശ്നമില്ല. ആ നിലയിൽ വ്യത്യാസമുണ്ട് എല്ലാ നിലയിലും. അപ്പോൾ അത് രവിയേട്ടനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, അദ്ദേഹത്തെ കുട്ടികൾക്ക് പോലും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഇവിടെ നേരത്തെ മേയറായിരുന്നു, MLA ആയി. ഈ നഗരത്തിൽ ഇന്ന് കാണുന്ന എല്ലാ വികസന പ്രവർത്തനത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ കരസ്പർശമുണ്ട് എല്ലാത്തിലും. മറ്റ് ആളുകളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ടി വരും, പോസ്റ്റേഴ്സിലൊക്കെ കാണുന്നു എന്നുള്ളതല്ലാതെ. അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും യാതൊരു സംശയവും നമുക്കില്ല. നല്ല ആത്മവിശ്വാസത്തിലാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അവിടെ ഈ കൊട്ടിക്കലാശത്തിലേക്ക് പോവാണ്. ഇനിയിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം തികച്ചില്ല. അപ്പോൾ ഇതേവരെയുള്ളൊരു പ്രചാരണത്തിൻ്റെ ഒരു മൂഡ് എങ്ങനെയായിരുന്നു? നല്ലൊരു മികച്ച അനുഭവങ്ങൾ എന്തൊക്കെയായിരുന്നു? നല്ല പ്രതികരണ ജനങ്ങളിൽ. അതിനപ്പുറം എന്താ വേണ്ടത്? ഒരു വിഷയം ഒരാളും പറഞ്ഞില്ല. നിങ്ങളുടെ സർവേ ഉൾപ്പെടെ എല്ലാ സർവേയിലും ഞങ്ങൾ നല്ല നിലയിൽ മുമ്പിലാണ്. പുറമേ പറയുന്ന പോലുള്ള ഒരു ത്രികോണ മത്സര ഛായ കാര്യമായിട്ട് ഇവിടെ ഇല്ല എന്നാണ് LDF സ്ഥാനാർത്ഥി വ്യക്തമാക്കുന്നത്.